വിഷ്ണു നാരായണ ബ്രോ താങ്ക് യു സോ മച്ച്. എല്ലാരും മുതുക്കോടാ. ഞാൻ പറഞ്ഞോ 15 പേരല്ല അതിൽ കൂടുതൽ വരാം. ഞങ്ങള് വരണോ? പറഞ്ഞിട്ടില്ല എല്ലാരും വണ്ടി എടുത്തോ. ഇതെന്ത് സീൻ? നേരെ മറ്റേ ടണൽ കയറിയേ ടണൽ കയറിയപ്പോ തിരിച്ചു വരും തിരിച്ചു മുതുകിന് അങ്ങോട്ട് വരുവാണ് അടിക്കണോ? അഡ്മിന്റെ അടുത്ത് ഹെൽപ്പ് ഇട്ടിട്ട് സിറ്റുവേഷനോട് ഇന്റർഫിയർ ചെയ്യുന്ന ഹലോ ഒരാൾ അമ്മ മെസ്സേജ് വണ്ടി ഓടിക്കാത്ത ഒരാൾ. ഞാൻ എലിപ്പിട്ടിട്ടുണ്ട് ആരെങ്കിലും കൂടെ ആനന്ദ് ബ്രോ താങ്ക് യു സോ മച്ച്. ആനന്ദ് ലവ് ഡാഷ്. അതെന്തൊരു ഡാഷ്? ഇടിച്ചവന്മാരെ കൊണ്ട് വലിയ പ്രശ്നമാണല്ലോ. ഇവന്മാരെന്തൊരു വിളിച്ചത് അറിയാതെ ഒരാളെ ഇടിച്ചു കേട്ടാ. എന്തൊരു മാങ്ങ വാറ് വിളിക്കുമ്പോർക്ക് എങ്ങനെ തിരിച്ചു പറ്റുന്ന എടാ വാറ് ഡിക്ലെയർ കണ്ടില്ലടാ. എടാ വാറ് ഡിക്ലെയർ ചെയ്തേക്കുന്നത് കണ്ടില്ലേ? പിന്നെ എന്തോ ഉണ്ടാക്കാൻ അടക്കോട്ട് കയറി വരുന്നേ? എന്തിനാ അടക്കോട്ട് കയറി വരുന്നേ? എന്താടാ വാറ് ഡിക്ലെയർ ചെയ്തേക്കുന്നത് കണ്ടില്ലടാ. കണ്ടില്ലേ നീ? അതിന്റെ ഇടയ്ക്ക് വീട് കയറി വന്ന് ഉണ്ടാക്കുന്ന എന്തിന്റെ ആവശ്യം? അവ സാമാനം പൊക്കി വന്നിരിക്കുന്നവൻ. എല്ലാരും വേടാ എന്നാ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ റിപ്പയർ ഇത് വിളിക്കാമോ? ഞാനിപ്പോ എന്നോട് കാറിൽ പറ്റുന്നില്ല അവന് പറ്റുന്നില്ല. വണ്ടി കൂടെ എടുത്ത് വന്നേക്കും. എല്ലാ വണ്ടിയും എത്തിയാ അവരിറങ്ങി അടിക്കാണ്. നമ്മളാരും ഇറങ്ങി അടിക്കല്ലേ? ഗ്യാങ്സിലോട്ട് അമ്മരങ്ങി അടിക്കുന്നേ. ഞങ്ങള് വന്ന് പഴയ കേവിയുടെ ഗ്യാങ് ഹൗസിന് നേരെ ഓപ്പോസിറ്റ്. ഈ വണ്ടിയുടെ വീല് 2 വെടിക്ക് പൊട്ടി കേട്ടോ. നമ്മുടെ ഗ്യാങ്ങോട്ട് അമ്മറ കയ്യിലുണ്ടേ. അതങ്ങനെ ഇറങ്ങുന്നത് എവിടെ ഇറങ്ങിപ്പോണ്? ഞാൻ മലകേറി നമ്മളെ വണ്ടി അവന്മാരെ കിട്ടണ ഇങ്ങോട്ടെണ്ണ ഏതോ വണ്ടി അവിടെ ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതെടുക്കാനും അഡ്മിനെ വിളിച്ചായിരുന്നു. വാണങ്ങള് ഞാൻ വിളിക്കാൻ എനിക്ക് ഫുഡ് കിട്ടിയില്ലടാ. വണ്ടികളുണ്ടായിരുന്നു സേവ് ചെയ്താ. ഞാനിപ്പോ ഗ്യാങ് ഹൗസ് വന്നേ. എല്ലാരും എല്ലാരും ഗ്യാങ് ഹൗസ് വാടാ. അമ്മ വരട്ടെ ഇങ്ങോട്ട് വരട്ടെ വണ്ടി പോക്കി വരട്ടെ. ഓക്കെ മൃദുൽസ് വൈഫ് 29 രൂപ. ഓക്കെ മൃദുലിന്റെ ഭാര്യ എത്തി. കുടുംബ പ്രശ്നമായി ഇവിടെ. കണ്ണമ്മ ഹിയർ താങ്ക് യു സോ മച്ച് 20 റുപ്പീസ് സൂപ്പർ ചാറ്റ് ബ്രോ. എന്തൊക്കെ പ്രശ്നങ്ങളാണ് സൂപ്പർ ചാറ്റിൽ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വണ്ടി എങ്ങനെ പോയെന്നു? അത് എടുത്തോട്ടാ. നമ്മൾ ഇത്രയൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന വണ്ടി അമ്മമാർക്കൊന്ന് ഓടിച്ചു നോക്കാൻ ഒരു ആഗ്രഹമൊക്കെ ഉണ്ടാവൂലേ? അമ്മമാർ ഓടിച്ചു നോക്കട്ടെ. മാറാൻ പറ്റത്തില്ലടാ. അഞ്ചാമത്തെ വണ്ടി ഇല്ല. അഞ്ചാമത്തെ വണ്ടി എവിടാണ്? ഇടിക്കാൻ വന്നടാ നമ്മളെ കൂട്ടത്തിൽ ഒരുത്തന. വേണ്ട വെടി വെക്കല്ലേ. നമ്മളിവിടെ അഡ്മിൻസിനെ വിളിച്ചേക്കല്ലേ. നമ്മള് കൊറേ വട്ടം വിളിക്കുന്നു. ഇവിടെ അഡ്മിൻസ് വരുന്നില്ല. വണ്ടി അകത്തോട്ട് ഇട്ടാടാ. എല്ലാം കൂടി വീട്ടിട്ട് ഇത് ചെയ്യാതെ സ്റ്റാഫ് വെയിറ്റ് വിൽ കം.
ഹലോ ബ്രോ നമ്മള് സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. നമ്മള് ഗ്യാങ്സിന് വെളിയിലോട്ട് ഇറങ്ങാൻ സമ്മതിക്കുന്നില്ല. ഇവന്മാര് മറ്റേ R34 വന്ന് പിറ്റിക്കൊണ്ടിരിക്കുക. ഇവന്മാര് വെളിയിലോട്ട് ഇറങ്ങാനും വരാനും ഒന്നും സമ്മതിക്കുന്നില്ല. ഇതൊന്നും ദയവായിട്ടൊന്ന് സംസാരിച്ചിട്ട് ഇപ്പൊ ഇടാവോ, ഇപ്പൊ അക്സെപ്റ്റ് ചെയ്യാം. എടാ ഓജി വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഹരി ബ്രോ താങ്ക് യു സോ മച്ച് $10 ബ്രോ, താങ്ക് യു സോ മച്ച്. ബിഗ് ഷൗട്ട് ഔട്ട് ടു ഹരി, താങ്ക് യു സോ മച്ച്. ബിൻസർ ഗെയിമിംഗ് ബ്രോ താങ്ക് യു സോ മച്ച് 3 month മെമ്പർഷിപ്പ് ബ്രോ. നമ്മള് വേറൊരു സിറ്റുവേഷൻ ഇവരുമായിട്ട് ഇപ്പൊ വെളിയിലോട്ട് ഇറങ്ങി ഇവന്മാരടിക്കും. ഒരു 5 വണ്ടി വന്നിട്ട് ഒരു വണ്ടിനെ പറ്റി അറിഞ്ഞോടാന്ന്, അതും ടയറ് പോലും ഇല്ല. എടാ ഇടിക്കാതെ ഇറങ്ങി നിക്കുന്നേ കണ്ടോ അവിടെ ഇറങ്ങി അകത്തോട്ട് ഇടിച്ച് പുറത്തോട്ട് ഇറക്കിയിട്ട് അടിക്കാൻ വേണ്ടിയാണ് ഇവിടുന്ന് അടിക്കുന്നടാ. ഞാനൊരു കാര്യം പറയട്ടെ, ഇതുപോലെ ഒരു വെടി വെച്ചനല്ലേ എനിക്ക് നമുക്ക് സസ്പെൻഷൻ തന്നത്. വിളിച്ചു കൊടുക്ക് ഈ പൊണ്ടച്ചുകൾക്ക്, ഗ്യാങ് സസ്പെൻഷൻ വിളിച്ചു കൊടുക്ക്. ഈ കുണ്ണോളൊന്നും കളിക്കണ്ട ഇവിടെ. അടിക്കുന്നവനകത്തോട്ട് അടിക്കുന്നു, ഒരു ബ്രീച്ച് പോലും ഇല്ലാതെ. എടാ എനിക്ക് ഫുഡും വെള്ളം ഉണ്ട് തന്നെടാ. ആനന്ദിന് ഞാനുണ്ട്, മതിയോ? 5 40 rupees. ഓക്കെ ആനന്ദും 5 നിങ്ങൾ അങ്ങനെ സെറ്റ് ആവും. എനിക്ക് ഇതിലൊക്കെ സന്തോഷമേ ഉള്ളൂ. ഒരു കാര്യം നമ്മുടെ കയ്യിരിക്കേണ്ട ആളല്ലേ, എന്നാ ഹോസ്റ്റേ തിരിച്ചു മേടിക്കാൻ പറ. എടാ ആരോടാണ് ഫ്ലഫി ന്യായമൊക്കെ പറയുന്നേ? മറ്റേ ഫ്രസ്ട്രേറ്റഡ് കണ്ടി തീട്ടങ്ങളാണ് ഇവന്മാർക്ക് അത് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? എടാ അവന്മാർക്ക് F8 അടിക്കാം, ഇതൊക്കെ ചെയ്യാം. നമ്മൾ മാത്രം റൂൾസ് ഒക്കെ നോക്കി കളിക്കണം. എന്നിട്ട് മറ്റേ OC-യിലെ കാര്യങ്ങളും എടുത്തു വെച്ചിട്ട് അവരാതെ ലൈവ് ഇടും. അതിനല്ലാതെ ഈ കുണ്ണളെ കൊണ്ട് ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? അതുപോലത്തെ അച്ചികളാണിത്. വീട് ഇഗ്നോർ ആക്കി വിടും ഇവന്മാരെ. എനിക്ക് മനസ്സിലാവുന്നില്ല. എടാ എവിടെ സരക്കെ അവരെവിടെ? എന്നോടൊന്ന് വിളിക്കുവോ? എന്നോടൊന്ന് ട്രാക്ക് ചെയ്യാൻ പറ. അഞ്ചനക്ക് ഞാൻ ഉണ്ടെന്ന്. അതെ ഈ ഹെലി എന്താ ചെയ്യണം? വീഡിയോ ലീക്കായിരുന്നു. എന്ത് വീഡിയോ ലീക്ക്? ഇങ്ങോട്ട് വാടാ. ആരാടാ പറയണ? കൊറേ നേരമായിട്ട് അകത്ത് കയറാൻ പറഞ്ഞില്ല. നീ എന്തിനാണ് അവിടെ എന്തോ പറയുകളായിട്ട് മണ്ണങ്ങള്. ഓടിയെടുത്തോണ്ടോ പോയവന്മാര്? അങ്ങനത്തെ ഷോക്ക് അടിച്ച് മരിച്ച പയ്യന്റെ ഒക്കെ വിഷമം നോക്കണേ. നല്ല വിഷമമുണ്ട്. സത്യം. അതല്ല കോമഡി എന്താ അറിയോ? ഷോക്ക് അടിച്ച പയ്യൻ ഇവിടുന്ന് വേറൊരു ഗ്യാങ്ങിലോട്ട് പോയി. അത് ചെന്ന് അവിടെ ചെന്ന് അതങ്ങ് ക്ലോസ് ആയി കംപ്ലീറ്റ്ലി. എരണം നോക്കണേ അവന്റെ ഒക്കെ എരണം. അടിക്കുകയാണെങ്കിൽ ഓൾഡൗൺ വരെ കാണാം, അതിന് മുമ്പ് പോവല്ലേ. ഈഗിൾ മാട്രിമോണി സർവീസ് 200 rupees പെർ മന്ത്. അവന്മാരുടെ അടുത്ത് എന്ത് കണ്ടിന്യൂ? ഈ തീട്ടങ്ങൾക്ക് എന്തിന്റെ ഇത് കൊടുക്കണം? നമുക്ക് അവന്മാരുടെ അടുത്ത് കണ്ടിന്യൂ ചെയ്യണ്ട. ഇല്ല കണ്ടിന്യൂ അല്ല അമേരിക്ക ഇപ്പൊ ഇന്ത്യ ഇടയിൽ കൂടി വന്നു കഴിഞ്ഞാൽ നമ്മളെ വാറ നമുക്ക് എടുക്കാൻ പറ്റൂല. അതാ മെയിൻ സീൻ. എടാ പുറത്തിറങ്ങാൻ പഠിച്ചാലോ?
ഇല്ലല്ല അമ്മാർ ഇനി ഇടപെടുവാണെങ്കിൽ ഇവനൊക്കെ സെർവറിന്റെ റൂൾസ് കീപ്പ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഇവനൊക്കെ പെർമനന്റ് ബാൻ കൊടുത്തു വിടണം. അല്ലാതെ എന്ത് ചെയ്യാനാ? ഷാഹിദ് ബ്രോ താങ്ക് യു സോ മച്ച്. 100 മൈൻഡ് ഓക്കെ ആവുന്നില്ല അണ്ണാ. പഴയ പോലെ ചിരിക്കാൻ പോലും പറ്റും.